ഒമാനെ ബോംബിട്ട് തകർക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കിട വന്നിരിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. വലിയ സൗഹൃദ ബന്ധമാണ് ഒമാനും അമേരിക്കയും തമ്മിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അവർ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന പല സാഹചര്യങ്ങളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമേരിക്കയുടേതായിരിക്കുന്ന നിലപാട് പറഞ്ഞു. ആ നിലപാടാണ് ബോംബിട്ടുകൊണ്ട് ഒമാനെ തകർക്കും എന്ന പ്രയോഗം ട്രംപ് നടത്തിയത്. ഇതൊരു ചാനൽ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയതാണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ നിലപാട് തന്നെയാണ്. ഇബ്രാഹിം റൈസി ഇറാൻ്റെ മുൻ പ്രസിഡന്റ് പറഞ്ഞ കാര്യം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇപ്പോഴത്തെ ട്രംപിൻ്റെ നിലപാടിനെ മീഡിയകൾ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് അറേബ്യൻ മീഡിയകൾ നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യം അപ്പം തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ തുടർ ചലനങ്ങളാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്, എന്താണ് ഈ സംഭവം പുറത്തു വരാനുള്ള കാരണം എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴത്തെ യുദ്ധം അത് നിശ്ചലമായി കിടക്കുകയാണ്. അഥവാ അമേരിക്ക ഇറാൻ ആക്രമിക്കുന്നില്ല, ഇറാൻ ആക്രമിക്കാത്തത് കൊണ്ട് ഇറാൻ അമേരിക്ക തിരിച്ചടിക്കുന്നുമില്ല. ഇതൊരു വെടിനിർത്തൽ കരാർ വ്യവസ്ഥയൊന്നുമല്ല. ഇത് വിജയിക്കാത്ത ഒരു യുദ്ധത്തിന് ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്ന ഒരു ഇടവേളയായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത്. അഥവാ തങ്ങൾ ഒരിക്കലും ജയിക്കില്ലെന്ന് ഉറപ്പാണ് അമേരിക്കക്ക്. അപ്പോൾ പിന്നെ വീണ്ടും പരാജയം ഏറ്റുവാങ്ങി ലോകത്തിൻ്റെ മുമ്പിൽ അപഹാസ്യരാവാതിരിക്കാൻ വേണ്ടി മൗനം പാലിക്കുന്നതാണ് ഉചിതം എന്ന രീതിയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഓർമുസ് കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും കൃത്യമായ രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുകയും ഈ കടൽപാത രണ്ട് രാജ്യത്തിൻ്റെയും അതിർത്തിയിലൂടെ കടന്നു പോകുന്ന ഈ കടൽപാതയിൽ ഏതൊക്കെ തരത്തിലാണ് മറ്റ് കപ്പലുകൾക്ക് പ്രവേശനം നൽകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഏകോപനത്തിലെത്തുകയും ചെയ്തു. സ്വതന്ത്ര കപ്പൽ പാതയായിരുന്നു 2026 ഫെബ്രുവരി 28 മുൻപ് ഈ പ്രദേശം ഒരുപാട് പതിറ്റാണ്ടുകൾ വരെ പിറകോട്ട് പോകുന്ന സമയത്ത് പതിറ്റാണ്ടുകളോളം നമ്മൾ എണ്ണുന്ന സമയത്ത് അങ്ങനെയാണ്. ഈ ഒരു വിഷയത്തിൽ ഇറാൻ ഇടപെടാറില്ല. ഒരു സ്വതന്ത്ര പാത എന്നതിനപ്പുറമായ രീതിയിൽ അന്താരാഷ്ട്ര പാതയായിട്ട് ഹോർമുസ് കടൽ നിലനിന്നിരുന്നു. യുദ്ധവുമായി 2025 യുദ്ധം അതിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെയാണ് ആക്രമിക്കുന്നത്, മറ്റൊന്നും രാജ്യമല്ലായിരുന്നു. അതായത് ഇപ്പോൾ ഫലസ്തീനിൽ ഹമാസിനെ ആക്രമിക്കുകയാണെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനിക സംവിധാനമല്ല ഹമാസ്, നമുക്കറിയാം. ലെബനാനിലെ ഹിസ്ബുള്ളയെ ആക്രമിക്കുകയാണ്, ലെബനാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനിക സംവിധാനമല്ല ഹിസ്ബുള്ള ഗ്രൂപ്പ്, നമുക്കറിയാം. യമനിലെ ഹൂത്തികളെ ആക്രമിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ സൈനിക സംവിധാനമല്ല ഹൂത്തികൾ എന്നുള്ളത് അറിയാം. വളരെ സിമ്പിളായ രീതിയിൽ ഇറാനും അങ്ങനെ തന്നെ കണക്കാക്കി. ഒരു ഈ സൈനിക ട്രൂപ്പ് വിഭാഗം അല്ലെങ്കിൽ വിമതപക്ഷം അത്രമാത്രമേ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അമേരിക്ക കണക്കാക്കിയിരുന്നുള്ളൂ. അതിനടിസ്ഥാനത്തിലാക്കി ആണ് ആക്രമണം നടത്തിയത്. പക്ഷേ ഈ 2025 ആക്രമണത്തോടു കൂടി ചില നിലപാടിലേക്ക് ഇറാൻ ഓട്ടോമാറ്റിക്കായിട്ട് എത്തി. കാര്യം ഇനിയും അവർ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. സാധ്യമായിരിക്കുന്ന റൂട്ടിലേക്ക് തിരിയുന്ന സമയത്ത് ബദൽ സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾക്ക് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് ബദൽ സംവിധാനം ഒരുക്കണം. അതാണ് അവർ സർവ്വമേഖലയും തങ്ങളുടെ കൈവശത്തിലേക്ക്, അതല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ ഒരു യുദ്ധത്തിൻ്റെ പാറ്റേൺ മാറ്റുന്ന തരത്തിലുള്ള ചില കുറുക്കു വഴികൾ ഉണ്ടാക്കണം. യുദ്ധം ചെയ്തുകൊണ്ട് അമേരിക്കയെ പരാജയപ്പെടുത്താൻ ഇറാൻ സാധിക്കുകയില്ല. പക്ഷേ തങ്ങൾക്ക് പ്രകൃതി നൽകിയിരിക്കുന്ന അനുഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ലോകവുമായിട്ട് ലിങ്ക് ചേർത്തപ്പെട്ടതാണ്. അതിലൂടെ നീങ്ങണമെന്നാണ് ഇറാൻ കണ്ടെത്തിയത് എന്ന് ചുരുക്കം. ഇപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? ഹോർമുസ് കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ഇടപെടുകയോ ഇറാനെ സഹായിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്താൽ ഒമാനെതിരെ നടപടി ഉണ്ടാകും. മുൻപൊക്കെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒമാൻ മധ്യസ്ഥത വഹിച്ചിരുന്നു. ആ മധ്യസ്ഥത വഹിച്ച ഒമാനെതിരെ തന്നെയാണ് ട്രംപ് യുദ്ധഭീഷണി മുഴക്കിയത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഹോർമുസുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടായ സമയത്ത് ഇപ്പോൾ ഇറാനും ഒമാനും ചേർന്നുകൊണ്ട്
ഇറാനിൽ നിന്ന് ഒമാൻ വഴി ഒരു പുതിയ കപ്പൽ പാത നിർമ്മിക്കുകയാണ് ചെയ്തത്. ഇതിൽ ടോളും ഉപയോഗിച്ചിട്ടുണ്ട്, ടോൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധിത ടോൾ പിരിവ് എന്നല്ല, രാഷ്ട്ര പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്നവർക്ക് ഒരു നിശ്ചിതമായിരിക്കുന്ന പണം തങ്ങൾക്ക് നൽകാം എന്നാണ് പറഞ്ഞത്. അത് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് 5 മുതൽ 7% വരെ ആ മേഖലയിലൂടെ പോകുന്ന കപ്പലിൻ്റെ അകത്തുള്ള വസ്തുക്കളുടെ മൂല്യം കണക്കാക്കി അതിൻ്റെ 7% കമ്മീഷനായിട്ട് അല്ലെങ്കിൽ ടോളായിട്ട് നൽകണം എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിൽ 2% ഒമാനും 5% ഇറാനും ലഭിക്കുന്ന തരത്തിലാണ് സംവിധാനം. അപ്പോൾ ഇതിനെതിരെയാണ് ട്രംപ് വലിയ രീതിയിൽ ആഘാതത്തോടു കൂടി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ മേഖല തങ്ങളുടെ നിയന്ത്രണത്തിലാവണം, അമേരിക്കൻ നിയന്ത്രണത്തിലൂടെ മാത്രമേ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൂടെ ഒരു കപ്പൽ സഞ്ചാരം നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനെ അറേബ്യൻ രാജ്യങ്ങളടക്കം ഒരാളും അത് അംഗീകരിക്കുന്നില്ല. കാര്യം വെച്ചാൽ ഒരു ഹോർമുസിൻ്റെ നിയന്ത്രണം അമേരിക്കയുടെ കൈവശത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറ്റ് പല മേഖലയുടെയും നിയന്ത്രണത്തിലേക്ക് അമേരിക്ക ഇടപെടൽ നടത്തും എന്ന് ലോകത്തിന് അറിയാവുന്നതാണ്. അവരുടെ സ്വഭാവ രീതി വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെയാണ്. ഇപ്പോൾ ഇസ്രായേൽ തന്നെ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നയങ്ങളും സമീപനങ്ങളും നിലപാടും ഒരു ലോക രാജ്യങ്ങളും ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. ഇസ്രായേൽ പോലും അമേരിക്കയെ എതിർത്ത് സംസാരിക്കുന്നു. മാത്രമല്ല അവർ പറയുന്നത് അധികാരം പങ്കിടാൻ വേണ്ടി ഇറാനും ഒമാനും ഒന്നാകുമ്പോൾ ട്രംപിൻ്റെ നിലപാടിൽ അയവ് വരും എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. ഒന്നിക്കുക എന്നുള്ളതല്ല, ഭിന്നിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് എന്നും അതിനിടയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോൾ ഇറാനും ഒമാനും ഒന്നിക്കുകയാണ്. അമേരിക്കയ്ക്ക് ആവശ്യം അവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ മൊത്തത്തിൽ അമേരിക്കയുമായിട്ട് അകലുന്നു, അറേബ്യൻ രാജ്യങ്ങൾ അകലുന്നു, ഇറാനുമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നു. ഏറെക്കുറെ സൗഹൃദ രീതിയിലൂടെയൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒമാനാണെങ്കിൽ ഇപ്പോൾ എതിർത്തായിട്ട് സംസാരിക്കുന്നു. അതിനുമപ്പുറം നവംബർ മാസത്തിൽ ഈ പ്രസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് വരികയാണ് അമേരിക്കയിൽ. ആ തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥിതി അവസ്ഥകൾ നോക്കുന്ന സമയത്ത് ട്രംപിൻ്റെ ജനപിന്തുണ 64% എതിർപ്പാണ്. 30% മേലെ മാത്രമേ ആ രാജ്യത്തിലെ ജനങ്ങൾ ഇപ്പോൾ ട്രംപിനെ അംഗീകരിക്കുന്നുള്ളൂ. അത് പുനഃപരിശോധനയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് അതിൽ ട്രംപ് പരാജയപ്പെട്ടാൽ ട്രംപിൻ്റെ പ്രസിഡൻഷ്യൽ സ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിൽ, അതായത് ഇടപെടൽ നടത്താൻ വേണ്ടി ഭരണഘടന അനുമതി നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ ഒരുപാട് വ്യവസ്ഥകൾ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ പ്രസിഡന്റിന് സാധിക്കാതെ പോവുകയും അമേരിക്കൻ കോൺഗ്രസ്സിൽ അത് നിലപാടായിട്ട് വന്ന് അതിൽ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള അംഗീകാരം ലഭിക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്തു. അഥവാ യുദ്ധം പോലെയുള്ളൊരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ട്രംപിന് ഒറ്റയ്ക്കൊരു നടപടി എടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ചുരുക്കം. രാജ്യപുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ചുങ്കം ചുമത്തുക എന്നുള്ളത് അനിവാര്യമാണെന്ന് ഇറാൻ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു. അതിൻ്റെ ആവർത്തനങ്ങൾ തങ്ങൾക്ക് വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കുന്നു എന്ന് ഈ അമേരിക്ക പ്രതികരിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് സ്വതന്ത്രമായിരിക്കുന്ന ഒരു കടൽ പാതയിലൂടെ എന്തിനാണ് പണം വാങ്ങുന്നത്? പണം വാങ്ങേണ്ട ആവശ്യമില്ല, അതൊരു ശരിയായിരിക്കുന്ന രീതിയല്ല എന്ന് പറയുന്നു. എന്നാൽ തങ്ങളുടെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കടലിൽ നിന്ന് പണം വാങ്ങണോ വാങ്ങണ്ടേ, ഏതെങ്കിലും കപ്പൽ പോകണ്ടേ എന്നുള്ള തീരുമാനിക്കാനുള്ള അധികാരം തങ്ങൾക്കുണ്ട്. തങ്ങൾ സ്വതന്ത്ര റിപ്പബ്ലിക് ആയിരിക്കുന്ന രാജ്യമാണ്, അതിൽ ഇടപെടാൻ വേണ്ടി അമേരിക്ക സമ്മതിക്കില്ല എന്ന് ഇറാൻ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഫോക്സ് ന്യൂസുമായിട്ട് നൽകപ്പെട്ട അഭിമുഖത്തിലാണ് ഈ ഒരു വിഷയം ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആ ട്രംപ് പറഞ്ഞതോടുകൂടി അതിൻ്റെ പ്രതികരണങ്ങൾ ഭയാനകരമായ രീതിയിൽ തന്നെയാണ്. എല്ലാ രാജ്യവും പ്രതികരിച്ചു എന്നൊരു പ്രത്യേകത ഉണ്ട്. പരമപുച്ഛത്തോടുകൂടിയാണ് ഈ ഒരു അഭിപ്രായത്തെ നോക്കിക്കാണുന്നത് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടൻ്റെ ഒരു പ്രതിനിധി പ്രതികരിച്ചു. ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ഇപ്പം നല്ല ബന്ധത്തിലല്ല. കാനഡയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. അറേബ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. ഇറാനുമായിട്ടാണെങ്കിൽ യുദ്ധം ഉണ്ടാവുകയും ചെയ്യുന്നു. ചൈനയും റഷ്യയും നല്ല ബന്ധത്തിലാണോ? അതുമല്ല. അപ്പോൾ ഏറെക്കുറെ ഭൂപ്രതലത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ട്രംപ് മാറിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾ ആ രാജ്യം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇറാന് നേരെ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് ആക്രമണം നടത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്.
അത് അമേരിക്കയുടെ അനുമതിയോട് കൂടിയാണ്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനികർ സംയുക്തമായ രീതിയിൽ ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക ബേസായിരിക്കുന്ന ഉദൈദ എയർബേസിൽ നിന്നാണ് ഖത്തറിനെ ആക്രമിച്ചത് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. അഥവാ ഖത്തറിനെ ആക്രമിച്ചത് ഖത്തറിൽ നിന്ന് തന്നെയാണ് എന്ന് ചുരുക്കം. അത് ആക്രമിച്ചതോ ഇസ്രായേലാണോ? പേര് ഇസ്രായേലിൻ്റെതാണ്, പ്രവൃത്തി ചെയ്തത് അമേരിക്കയാണ്. എല്ലാ റൂട്ടും ക്ലിയർ ആക്കിക്കൊണ്ട് ആക്രമണം നടത്തി. അങ്ങനെ ഖത്തറിനെ ആക്രമിക്കുന്ന സമയത്ത് നോക്കുകുത്തിയായിരിക്കുന്ന അമേരിക്കക്ക് ഒമാനെ ആക്രമിക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളിടത്ത് മറ്റൊരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അറേബ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഭാവിയിൽ എന്തായിരിക്കും അവസ്ഥ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്.